ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപനം നടത്തും. ഗവർണറായി ചുമതലയേറ്റതിനു ശേഷമുള്ള ആർലേക്കറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണിത്. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഉമേഷ്, ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം, അതുമാത്രമല്ല ഒരുപാട് രാഷ്ട്രീയ വശങ്ങളുണ്ട് ഇതിന്. അപ്പം എല്ലാവരും ഉറ്റുനോക്കും. കഴിഞ്ഞ കുറേ നാളുകളായി ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളും, അതിൽ ഈ നയപ്രഖ്യാപന പ്രസംഗം അതിൽ ചില കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നു. ഇത്തവണയും കേന്ദ്ര സർക്കാരിനെ സ്വാഭാവികമായും വിമർശിക്കുന്ന കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമലയൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെയുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും പുതിയ ഗവർണർ അതിനെ എടുക്കുക? അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്തായിരിക്കും എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണല്ലേ. ഗുഡ് മോർണിംഗ്. എന്തായാലും ആ പറഞ്ഞത് തന്നെയാണ് ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു രാഷ്ട്രീയ മാനം. കാരണം മുൻപ്, അതായത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോൾ ഓരോ നയപ്രഖ്യാപന പ്രസംഗങ്ങളും ഓരോ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ആദ്യമായി സർക്കാർ ഗവർണർ പോര് ആരംഭിക്കുന്നതും ഈ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയായിരുന്നു. എന്നാൽ പുതിയ ഗവർണർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ നയപ്രഖ്യാപനം സ്വാഭാവികമായി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനുള്ള നിരവധി വിഷയങ്ങൾ സംസ്ഥാനത്തിനുണ്ട്. പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, ഇതുവരെ സംസ്ഥാനത്തിന് ധനസഹായം അനുവദിക്കാത്ത വിഷയം തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട്. സ്വാഭാവികമായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇതെല്ലാം ഉൾപ്പെടുകയും ചെയ്യും. എങ്ങനെയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ പുതിയ ഗവർണർ നോക്കിക്കാണുക? മുൻപ്, അതായത് അതിനു മുൻപ് ജസ്റ്റിസ് പി സദാശിവം ഇരുന്നപ്പോൾ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ഒരു തവണ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. അതിനുശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉൾപ്പെടുന്ന നയപ്രഖ്യാപനം 2 തവണ തിരിച്ചയക്കുകയും അതിൽ വിശദീകരണം ചോദിക്കുകയും എല്ലാം ചെയ്ത് ഒടുവിൽ തൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഒരു അനുഭവമുണ്ട്. ഈ രീതിയിൽ ഈ പുതിയ ഗവർണർ ഏത് രീതിയിലുള്ള നിലപാട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ സ്വീകരിക്കും എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. എങ്ങനെയായിരിക്കും അടുത്തുള്ള 5 വർഷം അല്ലെങ്കിൽ ഈ പുതിയ ഗവർണറുടെ കാലാവധി തീരുന്നത് വരെ സർക്കാരുമായുള്ള നിലപാട് തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനിന് പിന്തുടർച്ചയായി എത്തിയ ആർലേക്കർ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരുമായുള്ള ബന്ധം തുടർന്നു പോകുക തുടങ്ങിയവയാണ് എന്തായാലും ഇനി അറിയേണ്ടത്. എന്തായാലും ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നു. രാവിലെ ഏകദേശം 8:45 രാജ്ഭവനിൽ നിന്ന് ഗവർണർ നിയമസഭയിലേക്ക് തിരിക്കും. ഇവിടെ എത്തി മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും അടക്കമുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. അതിനുശേഷം ദേശീയഗാനമാണ്. ദേശീയഗാനത്തിന് ശേഷം കൃത്യം 9 മണിക്ക് തന്നെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. അതിനുശേഷം തുടർ നടപടികളില്ലാതെ തന്നെ ഇന്ന് നിയമസഭ പിരിയും. അതിനുശേഷമുള്ള ദിവസങ്ങൾ, അടുത്ത 4 ദിവസം നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം എല്ലാം അവതരിപ്പിക്കും. എന്തായാലും അതിനുശേഷമുള്ള അവധി ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ബജറ്റ് സമ്മേളനം ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 7-നാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ബജറ്റ് അവതരിപ്പിച്ച് അതിനുശേഷം ബജറ്റിന്മേലുള്ള നന്ദി പ്രമേയം, ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥനകളെല്ലാം പാസ്സാക്കിക്കൊണ്ട് മാർച്ച് 28 വരെയാണ് ഈ സമ്മേളനം തുടരുക. എന്തായാലും ഇന്ന് ഏറ്റവും സുപ്രധാനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗങ്ങൾ ഏത് രീതിയിൽ പുതിയ ഗവർണർ എടുക്കുമെന്നുള്ളതാണ്. ഒപ്പം യൂണിവേഴ്സിറ്റി വിഷയത്തിൽ UGC കരട് റെഗുലേഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നിലപാട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും നിർണായകമാണ്. ക്രിസ്റ്റീന, സ്മിത. ശരി, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി. നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിരാവിലെ തന്നെ ഈ വാർത്ത പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. നമ്മൾ നേരത്തെ തന്നെ നിയമസഭയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ആ കാണുന്ന ദൃശ്യങ്ങളിൽ എന്തായാലും ഗവർണർ ഏറെ ഹൃദ്യമായാണ് പൂക്കൾ സ്വീകരിച്ചുകൊണ്ട് മന്ത്രിമാരെയോടൊക്കെ പെരുമാറുന്നത്. അപ്പോൾ ആ ഹൃദ്യമായ അനുഭവം ഇനിയും തുടരട്ടെ. നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം.